കരച്ചിലായിരുന്നു മക്കളെ. എൻ്റെ ബാപ്പ എന്നെ തച്ചിട്ടൂടി പോയി, അടിച്ചു പോയി. ഒരു കഥ. എല്ലാം പോയി ഒരു നായ്ക്കും കൊടുക്കണ്ട. ഇതൊന്നായിട്ട് വസളായിക്കണേ. ഇത് കള്ളന്മാരെടുക്കണ്ട വിചാരിച്ചുള്ള ലോക്കാണ്. പൊന്നെ 3 ആൾ കയറിടാ. അതേപോലെ എനിക്ക് വിചാരിക്കുമ്പോൾ 3 ആൾ പോവില്ല എന്നാണ്. ഹലോ ഗീസ്, വെൽക്കം ബാക്ക് ടു മുർഷീസ് മിറാക്കിൾ. ഓർക്കൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ആണ് നാട്ടിലിരുന്ന്. പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള മുടിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ. പിന്നെ എൻ്റെ ഡോണർ ഏരിയ വരുമ്പോൾ കാണുന്നുണ്ട് തോന്നുന്നു. ഡോണർ ഏരിയ വരുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. എൻ്റെ മുടിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് റൂമിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു മല ഉണ്ട്. ആ മല വന്ന് ഇതൊക്കെയാണ് റൂമിൻ്റെ ഒരു കോലം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കടയ്ക്ക് പോകാൻ നിൽക്കുന്നത്. ഹായ് ബ്രോ, മുതലാളീൻ്റെ ഓനാണ്. ഇവിടെ എங்கே പോയി വരുത്? എங்கே പോയി? കടയ്ക്ക്. ശരി. പിന്നെ ആകെ ഇതായി ഇന്നലെ വണ്ടി. ഞാൻ എന്താ പറയുക, ഇവിടെ ഇന്നലെ നമ്മൾ ചെക്കിന് അസീവ് വണ്ടി എടുത്തിന്. വണ്ടീൻ്റെ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കണം. ഇത് എങ്ങനെ ആയതാണ്, വീണീനോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. വീഴാതെ സംഗതി ഇങ്ങനെ ആവില്ല. അസീബ് വണ്ടി എടുത്തിരുന്നു, പക്ഷേ വണ്ടിമേൽ വേറെ വീണതൊന്നും കാണില്ല. അസീബ് പറഞ്ഞു വീണിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വണ്ടിമേൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇവിടുത്തെ കഥ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏത് വണ്ടി കണ്ടിരിക്കുകയാണ്, ഏത് പുതിയ 4 വണ്ടി എടുത്തിക്കാണ്ട് ഇവിടെ റോട്ടുമ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ബാക്കിയുള്ള വണ്ടിയാണ് നിർത്തിയിട്ട് പറഞ്ഞാൽ നേരെ വന്നിട്ട് ഈ ഇടിപ്പിച്ചാണ് നിർത്തിയിട്ടുള്ളത്. ഇനി തട്ടിക്കുകയാണെങ്കിലോ മുട്ടിക്കുകയാണെങ്കിലോ എനിക്കൊരു പ്രശ്നമില്ല. എത്ര പുതിയ വണ്ടിയാണെന്നുണ്ടല്ലോ ഓപ്പോസിറ്റുള്ളത്. ചേക്കൊരു പേടിയും ബേജാറില്ല. അല്ല 4 വണ്ടി നിർത്തിയിട്ടാണ് അതിൻ്റെ മൂട്ടിൽ ചിലപ്പോൾ അതിന് ചാരി ഇട്ടുകൊണ്ടൊക്കെ പോകും. അങ്ങനെ എനിക്കൊരു വിഷയമല്ല. അതൊക്കെയാണ് ഇവിടുത്തെ കഥ പറഞ്ഞാൽ. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഏതാ ഞാൻ നിർത്തിയിട്ട് പോയ സമയത്ത് ഏതെങ്കിലും വണ്ടി എന്നാണ്ട് സ്റ്റാൻഡിലിട്ടാണ് നിർത്തിയിട്ടേക്കാറ്. നിർത്തിയിട്ടപ്പം നല്ല ദിമക്കണം ചാഞ്ഞതോ വീണതോ അങ്ങനെ എന്തെങ്കിലും ആവും. അതുപോലെ പൊട്ടിക്കണേ മാറ്റണം. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മക്കളെ പോയി കേസ്, പോയി അടിച്ചു പോയി കേസ്. ഒരു കഥ. എല്ലാം പോയി വെച്ച്. അപ്പോൾ ഇൻഷാല്ലാ അത് റെഡി ആക്കണമെന്നുണ്ട്. പിന്നെ എങ്ങനെ ക്ലെയിം ചെയ്യുക, എന്തായാലും ക്ലെയിം ചെയ്താൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ക്ലെയിം ചെയ്ത് നോക്കണം. പിന്നെ നോക്കട്ടെ എത്ര മട്ടമൊന്നും അറിയില്ല. പിന്നെ ഇന്ന് ഫുഡൊക്കെ തിന്നിട്ട് ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഫുഡ് കൺട്രോൾ ചെയ്തില്ല. ഫുഡ് അറിയാം എന്തേലൊക്കെ അടിച്ച് വേണ്ടി തിന്നതാണ്. ഇനി എന്തേലും ഫുഡ് കൺട്രോൾ ചെയ്യണം. ജിമ്മക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾ ജിമ്മക്ക് പോകണം പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരുത്തുണ്ട് രാവിലെയാണ് ജിമ്മക്ക് പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. ഒരുത്തൻ പറഞ്ഞാൽ രാവിലെ പോകലാണ് പുള്ളിയ, രാത്രി പോകാറുണ്ട്. എന്നാൽ രാത്രി പോകാമെന്നുള്ള എനിക്കിങ്ങനെ നിൽക്കുകയും. പക്ഷേ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജിമ്മില്ല. ഇവിടെ ഒരു 9 മണിയാകുമ്പോൾ ജിമ്മൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ജിമ്മക്ക് പോക്ക് നടക്കില്ല. രാവിലെ പോകാമെന്നുള്ള എനിക്ക് രാവിലെ ഞാൻ നീച്ച് നോക്കുമ്പോഴോ ഒരുത്തം അവിടെ കവുങ്ങ് വെട്ടിയിട്ട മാതിരി കിടക്കുന്നുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അസീബ് കവുങ്ങ് വെട്ടിയിട്ട മാതിരി അവിടെ കിടക്കുകയാണ്. ഞാൻ അവനെ വിളിച്ചു അപ്പോൾ ജിമ്മക്ക് ജമ്മുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞു രാത്രി പോകും. ഇപ്പോൾ ഉറക്കി പിത്തനാക്കല്ലേ പറയാം. ഇങ്ങനത്തെ ഓരോന്നിനായിട്ടൊക്കെ ജിമ്മിക്ക് പോയിക്കുകയാണെങ്കിൽ ഞാൻ ഏതായാലും ജിമ്മിക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. ഇങ്ങനത്തെ ഓരോന്നിനായിട്ട് ജിമ്മിന് പോയിക്കുകയാണെങ്കിൽ ഞാൻ കൊടുങ്ങില്ല. ഇൻറ്റും കൂടി മുടക്കാനായിട്ട് ഓരോന്ന് എന്നെ കുറേ കുറ്റം പറഞ്ഞു എൻ്റെ ജിമ്മ് പോക്കിനെ കുറിച്ച്. ഇനി മേലാൾക്ക് ജിമ്മിനോട് പറയണ്ട്. രാവിലെ ജിമ്മിക്ക് പോകുക എന്ന് പറഞ്ഞാൽ വലിയ പ്ലാനിങ് ഒക്കെ ഇട്ടിൻ്റെ ശേഷം എന്നോട് പറയാൻ രാവിലെ വിളിച്ചാൽ സുബൈക്ക് വിളിച്ച് 5 മണിക്ക് പറയാം ജമ്മുണ്ടാവില്ല രാവിലെ പോകും. പിന്നെ ഇപ്പോൾ ഇതില്ല. അല്ല ഇങ്ങനത്തെ ഓരോന്നുണ്ട്. ഞാൻ നാട്ടിലായതുകൊണ്ട് നാട്ടിലുണ്ട് ഇങ്ങനെ കുറേ ഓരോ നാട്ടിൽ ഞാൻ ജിമ്മക്ക് പോകുന്നുണ്ട് കണ്ട്. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ജിമ്മക്ക് പോലുള്ളൂ. എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമാണ് എൻ്റെ ഏരിയയിൽ നിന്ന് ജിമ്മക്ക് പോകുന്നത് തോന്നണം കേട്ടോ. അപ്പോൾ കുറച്ച് കാലം മുമ്പ് ഒരു 5 കൊല്ലം മുമ്പ് അപ്പോൾ എൻ്റെ ചങ്ങായി സമീർ അവനക്കും പൂതി ഞാൻ ജിമ്മക്ക് പോകുന്നത് കണ്ടാണ്. അപ്പോൾ എന്നോട് എന്താണ്ട് പറയുകയാണ്, മുർഷിദ് വെച്ച് ജിമ്മക്ക് പോകുമ്പോൾ എന്നെ വിളിക്കണേ. ഞാനും എനിക്കും നല്ല താല്പര്യമുണ്ട് ജിമ്മക്ക് പോകാൻ, ബോഡി ഒന്ന് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞു.
ഞാൻ ഓനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആദ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ജിമ്മിക്ക് പോണേന്ന് തിരക്കട്ടില്ല, ഇതിൻ്റെ കൂടി മുടക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഡെയിലി പോരേണ്ടി വരും, മാറ്റിയൊന്നും പാടില്ല. ഓക്കെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓൻ്റെ കൂടെ വന്ന് ഞങ്ങൾ ജിമ്മിക്ക് പോക്ക് തുടങ്ങി. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂന് ചെറുതായിട്ട് മഴ പാറ്റിട്ടുള്ളൂ. ചെറുതായിട്ട് മഴ പാറ്റിയപ്പോഴത്തേനും ഓൻ വരാം, മഴടാ ഇന്ന് പോണോ. ഇതൊക്കെ കേൾക്കുമ്പോൾ പിരാത് പിടിച്ചോ പറയാം, ഇന്ന് മഴ മുറിച്ചില്ല, ചെറുതായിട്ട് മഴ പാറ്റണുള്ളൂ, ഇന്ന് മഴയാണ്, ഇന്ന് പോകണം, നാളെ പോകും. അപ്പോൾ എൻ്റെ മൂഡ് പോവും. ഞാൻ എന്നാൽ നാളെ പോകാമെന്നുള്ള ഞാൻ പോകും. പിന്നെ പിറ്റേന്ന് പറയുമ്പോൾ അവിടെ മുറിച്ചില്ല, ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടോ. അപ്പോൾ അതും വിടും. പിറ്റേന്ന് വിളിച്ചുമ്പോൾ പറയും മറ്റന്നാളെ പോയാൽ മതി, മറ്റന്നാൾ മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നെന്തോ ഒരു സുഖമില്ലടാ, എന്നൊരു ഒരു കുമ്മിട്ടിട്ടില്ല. അത് ഞാൻ പിന്നെ ഞാൻ എന്നിട്ട് ഒരു ദിവസം എന്നിട്ട് ചൂടായിട്ട് വലിച്ചു കൊണ്ടുപോയാണ്ട് ജിമ്മിന് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ 2-3 ദിവസം കഴിഞ്ഞ ശേഷം പിന്നെയും ഓൻ ഇതേമാതിരി തന്നെ ഇങ്ങനെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഇൻ്റെതും മുടങ്ങും ഓൻ്റെതും മുടങ്ങും, അങ്ങനെ ഓൻ്റെതും മുടങ്ങി ഇൻ്റെതും മുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ ശേഷം ജിമ്മിക്ക് പോയിട്ടില്ല. ആകെ ഒരു മാസത്തെ ഫീസ് കൊടുത്തിട്ട് ഒരാഴ്ച പോയിട്ടുള്ളൂ നമ്മൾ രണ്ടാളും. അതാണ് പോകും. ജിമ്മിക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തീരുമാനത്തിലെത്താം. അപ്പോൾ ഏതായാലും പോയിട്ട് വരാം. ബൈക്ക് മേലാണ് 3 ആളുണ്ട്, എങ്ങനെ പോകാമെന്നാവും. കടയിലേക്ക് പോകും, അല്ലാണ്ട് 2 ട്രിപ്പാക്കി അടിക്കേണ്ടി വരും. ഈ ബൈക്ക് മേലാണെന്നുണ്ടെങ്കിൽ 2 ആളെ പോവുള്ളൂ. 3 ആളുണ്ട്, ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകാമെന്നാവും. പോയാൽ പറ്റും. ഇത് നമ്മൾ പുതിയ ചെക്കനാണ്. എൻ്റെ പേരെന്താ? ഇർഷാദിൻ്റെ അഞ്ചനാണ് പറഞ്ഞത്. എൻ്റെ പേരെന്താ? പേർത്തടോ മടിയടാ അതിന്. ഓനെടുത്തോന്ന് പറഞ്ഞു. പെണ്ണുങ്ങളാണ് ഇങ്ങനെയൊക്കെ പറയല്, പെണ്ണുങ്ങളോട് ഇങ്ങനെ പറയില്ല. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഡാൻസ് കളിച്ചതാണ് ഇതിന് മുമ്പിൽ. എന്തായാലും വെള്ളക്ക് പിടിച്ചാൽ 3 ആൾ ജിമ്മ പോവോ കറിയില്ല, പോയോക്കെ. ഇത് തുറക്കാതെ എങ്ങനെ പൊയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാടിന്. ഇതൊക്കെ കള്ളന്മാരെടുക്കണ്ട വിചാരിച്ചുള്ള ലോക്കാണ്. തേക്കിട്ടോ പൊന്നാരെ 3 ആൾ കയറിടാ. അതേപോലെ എനിക്ക് വിചാരിക്കുമ്പോൾ 3 ആൾ പോവില്ല എന്നാണ്. കറക്റ്റ് 3 ആൾ സ്ഥലമുണ്ട് ബാക്കിൽ ഇരിക്കണത്. ഇവ 2 ആൾ പോകുള്ളൂ ചേച്ചി. എൻ്റെ സാമാനം ഇവിടെ വെച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാം അടി അടിച്ചുകൊണ്ട് കേട്ടോ. ടാങ്കിൽ കയറിക്കാൻ പറ്റില്ല. കയറുന്ന എങ്ങനെ എന്നാ പിടിച്ചോ പോകുമ്പോൾ ചെറുതായി കുറച്ച് നേരം ഒരു ചെടി ഞാനും മാറണടാ. ഔടാ നല്ല വേനടാ, അടിച്ചത് നന്നായി. മറ്റേ കുതിരമ കയറി പോണായിരുന്നു, കുതിരപ്പുറത്ത് പോണായിരുന്നു. ഇങ്ങനത്തെ ആ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് തന്നെ ചെറിയൊരു സാധനത്തിന് വലിയൊരു മനസ്സിൽ കയറിയാണ്. മക്കളെ ഇറങ്ങി 3 ആളെ വെച്ചുകൊണ്ട് വന്നുകാണ്ടേ നിൻ്റെ എൻ്റെ സാമാനം പോലെ കാട്ടി ടാങ്കുമ്പോൾ ഇവിടെ വെച്ചുകാണ്ട് നല്ല വേനയിങ്ങനെ. ഇനി മേലേക്ക് 3 ആളെ കൊണ്ടുപോകില്ല. ഇവിടെ വെച്ച് ഭയങ്കര അടിയാണ്, ഡെങ്ങേറ്. അതാണ് ഈ വണ്ടിയിലെ പ്രത്യേകത. 2 ആൾ മാക്സിമം പോവുള്ളൂ. 2 ആളെ വെച്ച് കണ്ട് കിട്ടുവാക്കി ഉഷാറാക്കി ജോളിയായിട്ട് പോകാം. എനിക്ക് തോന്നുന്നു ഇതിന് ടാങ്കിൻ്റെ 3 ആൾ വെച്ച് കൊണ്ടുപോയിക്കാണ്ടേ എൻ്റെ തുട വെച്ചുകൊണ്ട് അടിച്ചടിച്ച് ഈ ടാങ്കിൻ്റെ ആകൃതി തന്നെ മാറിക്കണമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എൻ്റെ തുടൻ്റെ അടിയാളായിക്കണേ, എൻ്റെ തുടൻ്റെ ആകൃതി ആയിക്കണമെന്നൊരു ഡൗട്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡിനൊരു പ്രശ്നമുണ്ട്. നിരന്ന സ്ഥലത്ത് നിന്ന് നിൽക്കൽ ഭയങ്കര ഇടങ്ങാറാണ്. ഹലോ ഗൈസ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊന്ന് വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കണം. വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്രോണി. ഇന്നുണ്ടാക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് ഗൈസ് മാക്രോണി. ഞങ്ങൾ കുക്കാണത്. കുക്കർ ഇർഷാദിൻ്റെ അഞ്ചനാണ്. ഇർഷാദും കുക്കാണ്, ഇവനും കുക്കാണ്. 2 ഒരേ മാതിരി തന്നെ. 5 ഏട്ടനും അഞ്ചനല്ലേ. കുക്കറാണ്. ഇവ മിക്സി. ഇപ്പം ഞങ്ങൾ മിക്സ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ മൊഴിൻ്റെ പാരനെ ഒന്നര ഒത്തു ആവില്ല. ഞാൻ കാണിച്ചരാ. അതെനിക്ക് പവറില്ല. ഇതാണ് ജിമ്മിനൊക്കെ പോകണ പറഞ്ഞ്. എന്നാ പൊടി എൻ്റെ വീഡിയോ എടുത്ത് വലിയൊരു ചാലഞ്ച് അല്ലേ ഇത്. കൗത്താനാണ്, കൗത്താറില്ല. നമ്മളുടെ സിമ്പിൾ പരിപാടികളെ കുറിച്ചാ ഫുള്ള് പോവാം. തുമ്പ് പോവാം.
ആ വീഡിയോ കാണണ്ടേ താത്താന്റെ വീഡിയോ മാക്രോണി അറിയോ അറിയില്ലേ സീനൊന്നുമില്ല കരച്ചിലായിരുന്നു മക്കളെ. എൻ്റെ ബാപ്പ എന്നെ തച്ചിട്ടുകൂടി ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. പ്രേമിച്ച പെണ്ണ് തേച്ച് പോയിട്ടുകൂടി ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. ഒരു ഉള്ളി അരിഞ്ഞപ്പോൾ ഇത്ര കരച്ചിൽ. എൻ്റെ മോനെ ചൊഫ് പുള്ളേ. അത് മതിയില്ലേ, അത് കുതിർന്നോടെ പോയിക്കോളും. അത് പോരാ മിസ്റ്റർ ഷെഫ്, അത് പോരാ. ഉപ്പുണ്ടോക്കിയാ എനിക്ക് പേടിയാ. ഇന്നാളിൻ്റെ കൈമൊക്കെ ഒന്നായിട്ട് ഒറ്റിച്ചിരുന്നു. ഞാൻ ഒറ്റിച്ചോ സെറ്റാ? ഉപ്പ് നോക്കാൻ അറിയാത്തവരാണ് ഉണ്ടാക്കണേ. എനിക്ക് കുറച്ചുകൂടി വെള്ളം പാരണ്ടി വരുമോ എന്നൊരു സംശയം. മറ്റെന്താ വെച്ചാൽ അടിയിൽ ഇങ്ങോട്ട് മേപ്പോട്ട് പൊന്തി വരില്ല. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്ത ഒരു കൂട്ടം ബാച്ചിലേഴ്സാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഫുഡിൽ എന്തെങ്കിലും പാകപ്പിഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. അല്ല നെക്കി നോക്കിയാ ഞങ്ങണ്ട് നോക്കൂ. എന്നാൽ പ്രഷർ കൂട്ടേണ്ടി പ്രഷർ കൂട്ടി അടി ഇതാണ്ടാ. ഇത് കഞ്ഞിയായല്ലടാ. കഞ്ഞി റെഡിയാവും. വെള്ളം ഊറ്റണം ഇട്ടായി കഴിഞ്ഞിട്ട് ഊറ്റാൻ സാധനം ഉണ്ടാ. അത് ഇതീ കണ്ടിട്ട് അത് ഉരുകും ഒന്നായിട്ട് ആവും. ഇതീ കിട്ടണ്ടാണ്ട് ഊറ്റാ. ഈ ഉരുകുമോ? ഉരുകും. കോമഡി എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് മാക്രോണി കിട്ടിയിരിക്കുന്നത്, ഒരു പാക്കറ്റിൽ പാസ്തയും കിട്ടിയിരിക്കുന്നു. ആദ്യം മാക്രോണിയാണ് വാങ്ങിയത്. കഴിഞ്ഞിട്ട് ഒന്നാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയും. നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണേ, തമാശ പറഞ്ഞാണ്. ആയിക്കോട്ടെ. പക്ഷെ രണ്ടിൻ്റെ ആകൃതി രണ്ടാടാ. മറ്റേ മാക്രോണി എന്നാണ്ട് ഒരു പാമ്പ് ചുരുണ്ടെടുക്കണരി, ചേരാട്ടക്കണരി. ഇനിയിപ്പോൾ തിന്നൂല, അത് പറഞ്ഞാൽ തിന്നൂല. നിങ്ങളൊന്നും പവർ ബാങ്ക് നിറഞ്ഞുകൊണ്ട് ബാറ്ററി ഫുള്ളായിക്കൊണ്ട് നിറഞ്ഞു ഒലിച്ചിക്കണല്ലോ. എന്നിട്ട് സീലെടുത്ത് തുടച്ചതാണല്ലോ മണങ്ങൻ. ബാറ്ററി ഫുള്ളായിക്കൊണ്ട് കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇത് പായസം ആയടാ. കുറച്ച് മധുരം ഇട്ടാ, പഞ്ചസാര ഇട്ടാ നമുക്ക് പായസമാക്കി കുടിച്ചാ അല്ലേ? സേമിയ പായസം വരെ കുടിച്ചാ ഒക്കെ ഇജ് പറഞ്ഞാൽ ഇജാണ് ഞങ്ങൾ മേശരി. ഇജ് പറഞ്ഞത് അത് ഞങ്ങൾ ആന്ന് പറയും, അംഗീകരിക്കും. നമ്മക്കൊന്നും അറിയില്ലല്ലോ എന്താ പറഞ്ഞേ. നമ്മൾ അംഗീകരിക്കണം, എത്ര ഉള്ളൂ ആന്ന് പറയാം. ഇജ് പറയുമ്പോൾ നമ്മൾ മുകളിലെ ദൂസര വർത്താൻ തന്നെ. ഞങ്ങളുടെ കഞ്ഞി റെഡി, മാക്രോണി കഞ്ഞി റെഡി. അതെന്താ വെളിച്ചെണ്ണത്? വെളിച്ചെണ്ണ അപ്പൊ കുറേ വേണല്ലേ? താത്താൻ്റെ നോക്കാനുള്ള നേരം ഞങ്ങൾക്ക് കയ്യിൽ എന്തൊക്കെയുണ്ട് ഒന്നായിട്ട് ഇട്ടുണ്ട്. വേറെ മാർഗമില്ല, ദൂസര മാർഗം തന്നെ ചെയ്യാൻ. ചിലപ്പോൾ പൗഡർ കൊടുത്ത് ഉപ്പ് കൊടുത്തോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാളിതാവും. പണി പാളിയിട്ടുണ്ട് കേസ്. ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയ മാതിരി കണ്ട് എടുത്തിട്ടുണ്ട്. അതിന് താത്ത ഇവിടെ എന്തൊക്കെയാ പറയണ്ടേ ഈ താത്ത ചേച്ചി, അത് നോക്കിയാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് അതിൻ്റെ ഇതുള്ള സാധനം ഞങ്ങളൊക്കെ ഇല്ല, അപ്പോൾ ഞങ്ങളൊക്കെയുള്ള മാതിരിയാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി വാട്ടണം എന്ന് പറയാം. ഉള്ളി വാടിയണോ ഇല്ലാതെ എങ്ങനെ അറിയാം? ഈ കളറായതുകൊണ്ട് ആദ്യം തന്നെ മസാല ഇട്ടു. കാശുള്ള ചൂടെ വാടിയാൽ എങ്ങനെ അറിയോ? ഉപ്പിട്ടിട്ടില്ല എന്നാണ് ഇതിൻ്റെ ബലമായ ഉപ്പിട്ടില്ല. ഞാട്ടോ ആ ശരി. നമുക്ക് അറിയാത്തപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വാടിയാൽ അറിയണം. മുൻകൂടി ഇട്ടുകൊണ്ട്
മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഒരു പൊടി കുറഞ്ഞു പോകണ്ടല്ലോ. അയക്കാണ് ഇത് കൗത്തല്ലേ? ഓൾട്ട് നമ്മൾ നോക്കണ്ട. ഓള് പലതും പറയും. സജ്ജീകരണങ്ങൾ അത് ഇതിൽ കൂടെ മക്രോണി എടുത്താൽ ഇതിൽ കിട്ടാണോ നമ്മൾ അയക്കിടുക എടുത്തോണ്ട് അയക്കിടുക നല്ല സുഖം നമുക്ക്. നമ്മൾ ഓള് പറയും നോക്കണ്ട. ഓൾ അതുപോലെ എന്തെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ ബാംഗ്ലൂർ എന്തുകൊണ്ടൊക്കെ തപ്പാൻ പറ്റുമോ നാട്ടിലുള്ള മുതലൊക്കെ? ആ ചേച്ചി കണ്ട് ഇതിങ്ങനെ മക്രോണി ഇടുന്നത് നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ നമ്മളെങ്കിലും വലിയ പാത്രമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ മക്രോണി ചൂടാക്കി ആ പാത്രത്തിൽ തന്നെ ഇതിക്ക് വെച്ചിട്ടുണ്ട് ഈ സാധനം അതിക്ക് കൊട്ടാൻ പോകും. അത് അരി ഉണ്ടാക്കാൻ പോകും. ഇത് വേറൊരു കോലയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇതേക്ക് കൊട്ടാൻ പോകും. ഈ മസാല തൈയില്ല, അപ്പോൾ നമ്മൾ കെച്ചപ്പ് കൂടുതൽ വെച്ചുകൊണ്ട് സെറ്റാക്കുക. ഇങ്ങനത്തെ പാട്ട് കാണും. ചെറിയൊരു ചൂട് ആകെ കയ്യിൽ നിന്ന് പോയിന് ഗെയ്സ്. രണ്ട് ദോശ പൂളക്കൂട്ടുണ്ടാക്കിയിട്ടുണ്ടല്ലോ. മാക്രോണിന്റെ ടേസ്റ്റ് പോയി. ഇത് കാണിച്ചെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇങ്ങനെ ആയിടാ. ഇത് നന്നായിട്ട് മസാലയിക്കണേ. ഇത് മതി. നമ്മൾ പോവാ എങ്ങനെ കഞ്ഞി റെഡി ഉണ്ട്. തിന്നോ കിടത്താൻ മട്ടൊന്ന് പാ. എല്ലാവർക്കും ഉണ്ട് അടങ്ങിയിരിക്കുക. എല്ലാവർക്കും തരും. സമാധാനമായിട്ട് ഇരിക്കും. പ്ലേറ്റ് എടുത്താലും വരി കളയും. എല്ലാവരും പട്ടത്തിലിരിക്കും. നമ്മുടെ കഞ്ഞി റെഡി ഗൈസ്. കഞ്ഞില്ല, നമ്മുടെ മാക്രോണി റെഡി. തിന്നിട്ട് അഭിപ്രായം പറഞ്ഞതാ. എത്ര മട്ടറില്ല. കയ്യിൽ നിന്ന് പോയിക്കണമെന്നൊരു ഡൗട്ട്. ഇന്നൊക്കെ കോല അയക്കണം പോയി. ഒരു പാക്കറ്റ് കാശ്മീരി മുളക് പൊടി തന്നെ ഇട്ടിക്കണായിക്കും. ഒരു പാക്കറ്റ് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കെച്ചപ്പ് 3 ടിന്ന്. എത്ര മട്ടെന്നുള്ളൂ തിന്നോ നോക്കട്ടെ. ഞങ്ങളുടെ മാക്രോണി, ഞങ്ങളുടെ കഞ്ഞി സെറ്റ്. അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല. സത്യം എന്തൊരു ബിൽഡണ് ചെയ്യും. എത്ര ബിൽഡണ് കാര്യം പറഞ്ഞ ബിൽഡാനൊന്നുമില്ല. സത്യം അടിപൊളി സൂപ്പർ. ഞങ്ങൾ 3 ആളും കൂടി ചേർന്നായിട്ടാണ് ഉണ്ടാക്കിയത്. സംഗതി വേറെ ലെവല്. കുറച്ച് കൂടിയണടാ. കുറച്ച് അധികം ഉണ്ട്. ഈ കെച്ചപ്പ് ഉണ്ടെങ്കിൽ എരുണ്ട്. ആ കാശ്മീരി മുളക് പൊടി ഒരു പാക്കറ്റാണ് നമുക്ക് കൗത്തിക്കണത്. അത് തിന്നിട്ട് വരും. ഇറക്കിയിട്ട് വരും. രസം ആക്കുക. എന്നാ മതി. ഇത് അപ്പം ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഗേസ് വീഡിയോയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിലും പണി ബഹളിക്കണം ഗേസ്. പേര് കുറച്ച് കൂടിണ്ട്. ഓവർ വേറെ ലെവൽ തിന്നാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ എരിഞ്ഞൊരു വിധമുണ്ട്. ഇപ്പം മതിയാക്കി, ഇവനും മതിയാക്കി. ഞാനൊരു വിധം അത് ഒപ്പിച്ച് പോണേ. വീഡിയോക്കും വേണ്ടി 3 ആളും കൂടി സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. പണി പാളിയാണ്. നാളത്തെ അവസ്ഥ എന്താണെന്നാവും. ഏതായാലും ബൈ ബൈ. നിങ്ങൾ പറയണത് ഫുഡ് ബാക്കിയുള്ള ഇത്ര ബാക്കിയുണ്ട്. ബാക്കിയുള്ള നായിക്കൊക്കെ കൊടുക്കുക. ഇവിടെ അടുത്തൊരു നായുണ്ട്, അയാൾ വളർത്തുന്ന നായ, അതിന് കൊടുക്കുക എന്ന് പറഞ്ഞു. അത് നാളെ നേരം വിളിക്കുമ്പോൾ അതിന് ലൂസ് മോശം തൂറ്റൊക്കെ പിടിച്ചില്ല. അതിന് നടക്കുന്നോടെ മുഴുവ സാധിച്ചിക്കാണ്ട് പോയി. എൻ്റെ പൊന്നെ, അഥവാ നായി ചത്തിക്കാണെന്നുണ്ട് അയാൾ വരും. പടച്ചോനെ എന്തോ മാണ്ട. ഒരു നായ്ക്കൊക്കെ കൊടുക്കണ്ട. പോട്ടെ മതി. ഇന്നൊന്ന് നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ബൈ ബൈ.